വിമൽ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്നു. നോക്കൂ, KC വേണുഗോപാലും ആരിഫും വരുന്നൊരിടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് ഇടം? മാത്രവുമല്ല, ഇന്ന് നിങ്ങൾ ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് പറഞ്ഞത് കേട്ടോ എന്താണെന്ന്? ഈ നാട്ടിൽ സമാധാനമില്ല ക്രിസ്ത്യാനികൾക്ക്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ ആരാണോ നിഗൂഢത പരത്തുന്നത് CA അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിരിക്കുന്നത് ലത്തീൻ അതിരൂപത ബിഷപ്പാണ്. രാജ്യത്തെ ഏറ്റവും ദുർബലനായവന് ഭീതിയുണ്ടെങ്കിൽ രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ചങ്ങനാശ്ശേരിയിലെ അതിരൂപതയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംസ്ഥാനത്തെ മുഴുവൻ ക്രിസ്ത്യൻ ബെൽറ്റിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും ഭീതിയുടെ അന്തരീക്ഷമാണെന്ന് രാഷ്ട്രീയം ഉയർന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എവിടെയാ ഇടം? രാജ്യത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ന് മതന്യൂനപക്ഷങ്ങൾ അടക്കം തന്നെ ഏറ്റവും അധികം വിശ്വാസം അവര് അർപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിലുമാണ്. അതിന് കാരണം ദേശീയ തലത്തിൽ നമുക്കറിയാം, ദേശീയ തലത്തിൽ മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമെല്ലാം ഭരിക്കുന്നത് BJP-യാ, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇവിടെ ആലപ്പുഴയിലെ ജനങ്ങൾ വികസനവാദ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ LDF-ന് UDF-ന് ഒരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ LDF-ഉം ശ്രീമാൻ ആരിഫും ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ പാർട്ടിയുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ UDF-ഉം ശ്രീമാൻ KC വേണുഗോപാൽ വോട്ട് അഭ്യർത്ഥി എന്തിനു വേണ്ടിയിട്ടാണ്? KC വേണുഗോപാൽ ചിഹ്നത്തിന് വേണ്ടിയല്ല, അത് ദേശീയ പാർട്ടി. പ്രതിപക്ഷ പാർട്ടി എന്ന അംഗീകാരം ഭാരതത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്, അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഈ രണ്ടു കൂട്ടർക്കും വികസനവാദ രാഷ്ട്രീയം ഉയർത്താൻ പറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾ നരേന്ദ്രമോദിജിയുടെ ഗ്യാരണ്ടിയെയും വികസന ഗ്യാരണ്ടിയെയുമാണ് സ്വീകരിക്കുന്നത്. കാരണം ഈ ആലപ്പുഴ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ ഒരു തുറമുഖമുണ്ടോ ആലപ്പുഴയിൽ? ആ തുറമുഖം എന്ന് പറഞ്ഞ ലക്ഷ്യം അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയാണോ? അല്ല, പറഞ്ഞേക്ക്, എല്ലാ തുറമുഖവും അദാനിക്ക് കൊടുത്തു. ഈ രാജ്യത്തും ഈ കേരളത്തിലും വികസനം നരേന്ദ്രമോദിജി ഉറപ്പുവരുത്തുന്നത് അത് ഹാർബർ വികസനം മോദിയുടെ ഗ്യാരണ്ടിയിൽ യാഥാർത്ഥ്യമാകും. ഇപ്പൊ ശ്രീമാൻ H. സലാമിന്റെ അമ്പലപ്പുഴ മണ്ഡലത്തില് ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ മോദിയുടെ സഹായമല്ല അഭ്യർത്ഥിച്ചേക്കുന്നത്, മോദിജി വരേണ്ടി വരും. അത് മാത്രമാണോ ആലപ്പുഴയിലെ ടൂറിസം പദ്ധതി? എത്രയധികം ജനങ്ങൾ അതുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ആ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വേണം ഇവിടെ. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞുതരാം കടലോര ജനത അനുഭവിക്കുന്ന പുലിമുട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വേണം. ഒരു കാര്യം പറയാം, ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പ്രസക്തി ജനങ്ങൾ പറയുന്നു. ഇവര് രണ്ടുപേരും പ്രതിപക്ഷ പാർട്ടി സ്ഥാനം നിലനിർത്താനും ചിഹ്നം നിലനിർത്താനും മത്സരിക്കുമ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ ഒരു സ്ഥാനം നിലനിർത്താൻ മത്സരിക്കുന്നു. അംഗമാകുമെന്നുള്ളതാണ്. കേന്ദ്രമന്ത്രിസഭയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അംഗമാകുമെന്ന് ജനങ്ങൾ പറയുകയാണ്. ഏത് രാജ്യസഭയിൽ നിന്ന്? ഇവിടെ നിന്ന് ജയിക്കും. ആലപ്പുഴയിലെ ജനങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, 800% വോട്ടിന്റെ വർധനവ് NDA ആലപ്പുഴയിൽ നേടിയിട്ടുണ്ട്. KS രാധാകൃഷ്ണനായിരുന്നപ്പോൾ ശബരിമല ഉണ്ടായിരുന്നപ്പം ഇന്ന് ശബരിമല ഇല്ല. ആലപ്പുഴയിൽ 800% വോട്ടിന്റെ വർധനവ് നേടിയിട്ടുള്ള കക്ഷിയാണ് NDA. അതുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എവിടെയെല്ലാം മത്സരിച്ചാലും അവിടെ 3 ഇരട്ടി വോട്ടിന്റെ വർധന നേടിയിട്ടുള്ള സ്ഥാനാർത്ഥി.